ഇന്ന് IPL നടന്ന രണ്ട് മത്സരങ്ങളും തീപാറുന്ന പോരാട്ടമായിരുന്നു. അവസാനം ത്രില്ലിംഗ് മത്സരം പോലെയായിരുന്നു രണ്ട് മത്സരങ്ങളും. ആദ്യത്തെ മത്സരം KKRും ലക്നൗ സൂപ്പർ ജയൻസുമായിരുന്നു. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ലക്നൗ 238 റൺസാണ്. നല്ലൊരു സ്കോർ തന്നെ അവർക്ക് 20 ഓവർ സ്വന്തമാക്കാൻ സാധിച്ചു. അവർക്ക് വേണ്ടി കളിച്ചത് മിച്ചൽ മാർഷലും അതുപോലെ തന്നെ നിക്കോളസ് പൂരനാണ്. മാർഷ് 81 റൺസും അതുപോലെ തന്നെ നിക്കോളസ് പൂരൻ 87 റൺസും സ്വന്തമാക്കി. നിക്കോളസ് പൂരൻ 87 റൺസ് സ്വന്തമാക്കിയത് 36 ബോളിലാണ്. നല്ലൊരു ബാറ്റിംഗ് തന്നെ ലക്നൗവിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. 238 എന്നുള്ളത് മികച്ച ഒരു സ്കോർ തന്നെയാണ് കൊൽക്കത്തയ്ക്ക് മുൻപിൽ. പക്ഷേ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ കൊൽക്കത്തയ്ക്ക് തുടക്കം ഡി കോക്കിന് നഷ്ടമായി. 15 റൺസാണ് അദ്ദേഹത്തിന് നേടാനായുള്ളൂ. പക്ഷേ സുനിൽ നരേൻ കളിച്ചു 30 റൺസ് 13 ബോളിലെടുത്തു. പിന്നീട് ഇറങ്ങിയവർ ഒരു താണ്ഡവം തന്നെയായിരുന്നു കൊൽക്കത്തയുടെ ഭാഗത്ത് കാണാൻ സാധിച്ചത്. രഹാനെ 61 റൺസും വെങ്കിടേഷ് അയ്യർ 45 റൺസ് സ്വന്തമാക്കി. പക്ഷേ അവസാനം റിങ്കു സിംഗ് കളി ജയിപ്പിക്കും എന്നൊരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചെങ്കിലും പക്ഷേ അദ്ദേഹം നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 15 ബോളിൽ 38 റൺസാണ് റിങ്കു സിംഗ് സ്വന്തമാക്കിയത്. അങ്ങനെ 4 റൺസിൻ്റെ തോൽവിയാണ് ലക്നൗവിൻ്റെ മുൻപിൽ നിന്ന് കൊൽക്കത്തയ്ക്ക് വാങ്ങാനായത്. അങ്ങനെ 4 റൺസ് അകലെ കൊൽക്കത്തയുടെ ബാറ്റിംഗ് അവസാനിച്ചു. 234 റൺസാണ് 7 വിക്കറ്റ് നഷ്ടത്തിൽ കൊൽക്കത്ത സ്വന്തമാക്കിയത്. പക്ഷേ 4 റൺസ് അകലെ കളി അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. മികച്ച ഒരു ചേസിങ് തന്നെ കൊൽക്കത്തയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കൊൽക്കത്തയുടെ ബാറ്റിംഗ് നിര കളിച്ചു കേട്ടോ. 138 എന്നുള്ളത് നല്ലൊരു ചേസിങ് ടോട്ടലാണെങ്കിലും കൊൽക്കത്ത നല്ല രീതിയിൽ തന്നെ അത് ചേസ് ചെയ്തു. 238 എന്നുള്ള ഒരു അവസാനത്തെ 3 ബോളിൽ 19 റൺസ് എന്ന നിലയിൽ റിങ്കു സിംഗ് ആയിരുന്നു ബാറ്റിംഗ് നിന്നായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ നമ്മളുണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹത്തിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കളി ജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. കഴിഞ്ഞ സീസണിലും അദ്ദേഹം തെളിയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിരാശയായിരുന്നു കൊൽക്കത്തയ്ക്ക്. 4 റൺസ് അകലെ ലക്നൗ ബോളേഴ്സ് അവരെ പിടിച്ച് കെട്ടുന്ന കാഴ്ചയാണ് ലക്നൗവിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചത്. നല്ലൊരു ബോളിംഗ് തന്നെ ലക്നൗവിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി അപ്പുറത്തോട്ട് ബൈ.